നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സ്വച്ഛ് സർവേഷൻ പരിശോധനയ്ക്കായി ഷൊർണൂർ നഗരസഭ ഒരുങ്ങുന്നു. ഈ വർഷത്തെ സ്വച്ഛ് സർവേഷൻ പരിശോധനയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥ ടീം മെയ് 2-ാം വാരത്തിൽ ഷൊർണൂരിലെത്തും. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ GFC 3 സ്റ്റാർ പദവിയിലുള്ള ഷൊർണൂർ നഗരസഭ 5 സ്റ്റാർ പദവി നേടിയെടുക്കാനുള്ള പരിശ്രമത്തിൽ. മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വേദനയുടെ ആഴം പറയാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വിശദമായ അന്വേഷണം വേണമെന്നും ഇപ്പോൾ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക അന്തിമമാകരുതെന്നും സണ്ണി ജോസഫ്. പ്രായം, സാമ്പത്തിക സ്ഥിതി എന്നിവ കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നൽകണമെന്നും പോരായ്മയും ഉണ്ടായാൽ ചൂണ്ടിക്കാട്ടുമെന്നും KPCC അധ്യക്ഷൻ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി മരിച്ചു. മുതുതല കോഴിക്കോട്രി കുളിക്കാംവളപ്പിൽ 45 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. കുടിവെള്ളം കിട്ടാക്കനി. കുടങ്ങളും പാത്രങ്ങളുമായി സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. സമരക്കാർ ചെളി കലർന്ന വെള്ളം കുപ്പികളിലാക്കി പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ സമർപ്പിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം. ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടത്തിന്റെ സീലിംഗ് സിമന്റ് പാളികൾ അടർന്നു വീണ നിലയിൽ. കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് കോൺക്രീറ്റ് കമ്പികൾ പുറത്തു കാണുന്നു. ശോചനീയാവസ്ഥയെ തുടർന്ന് സ്റ്റോറിന്റെ കുറച്ചു ഭാഗം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിൽ അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് പ്രാരംഭ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വേദനയുടെ ആഴം പറയാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വിശദമായ അന്വേഷണം വേണമെന്നും ഇപ്പോൾ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക അന്തിമമാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രായം, സാമ്പത്തിക സ്ഥിതി എന്നിവ കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നൽകണമെന്നും പോരായ്മകൾ ഉണ്ടായാൽ ചൂണ്ടിക്കാട്ടുമെന്നും തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സണ്ണി ജോസഫ് പറഞ്ഞു. ഞാൻ മലയാളികൾ മാത്രമല്ല, രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വലിയ ദുരന്തമാണ് തൃശ്ശൂരിലുണ്ടായത്. അതിൻ്റെ വേദനയുടെ ആഴം പറയാൻ കഴിയാത്തതാണ്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു, ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ ആയിരുന്ന പട്ടാമ്പി സ്വദേശി മരണപ്പെട്ടു. മുതല കോഴിക്കോട്രി കുളിക്കാംവളപ്പിൽ 45 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പ്രവീൺ. സ്വച്ഛ് സർവേഷൻ പരിശോധനയ്ക്കായി ഷൊർണൂർ നഗരസഭ ഒരുങ്ങുന്നു. ഈ വർഷത്തെ സ്വച്ഛ് സർവേഷൻ പരിശോധനയുടെ ഭാഗമായി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ടീം മെയ് 2-ാം വാരത്തിൽ ഷൊർണൂരിൽ എത്തിച്ചേരും. നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ GFC 3 സ്റ്റാർ പദവിയിലുള്ള ഷൊർണൂർ നഗരസഭ 5 സ്റ്റാർ പദവി നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പല പുരസ്കാരങ്ങളും നേടിയെടുത്ത ഷൊർണൂർ നഗരസഭ ഇനിയും മറ്റു പല നേട്ടങ്ങൾ എത്തിപ്പിടിക്കാനുള്ള പരിശ്രമത്തിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ് സർവേഷൻ പരിശോധനയ്ക്കായി ഷൊർണൂർ നഗരസഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വൃത്തിയുള്ള നഗരമാണ് പ്രധാനം. ഇതിന്റെ ഭാഗമായുള്ള അലങ്കാര ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതും ചിത്രങ്ങൾ വരച്ചും പെയിന്റിംഗ് നടത്തിയുമുള്ള പ്രവർത്തനങ്ങൾ നഗരത്തിന്റെ പല ഭാഗങ്ങളുമായി പുരോഗമിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ നഗരസഭ കണ്ടിജന്റ് തൊഴിലാളികളായ ബിജു ജോസ്, ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഈ വർഷത്തെ സ്വച്ഛ് സർവേഷൻ പരിശോധനയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഒരു ടീം മെയ് 2-ാം വാരത്തിൽ ഷൊർണൂരിൽ എത്തിച്ചേരും. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന്റെ GFC 3 സ്റ്റാർ പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ നഗരസഭ കൂടിയാണ് ഷൊർണൂർ നഗരസഭ. ഇനി 5 സ്റ്റാർ പദവി നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണിപ്പോൾ ഷൊർണൂർ നഗരസഭ. മാത്രമല്ല, കഴിഞ്ഞ വർഷം സ്വച്ഛ് സർവേഷൻ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ആകെ നഗരങ്ങളിൽ 108-ാം സ്ഥാനത്താണ് ഷൊർണൂർ നഗരസഭ എത്തി നിൽക്കുന്നത്. ഈ വർഷം ആദ്യത്തെ 50 നഗരങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു നഗരസഭയായി മാറ്റാനുള്ള പരിശ്രമങ്ങളും നടന്നുവരികയാണ്. ഇതിനായി കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, തൊഴിലാളികൾ ഒന്നടങ്കം പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുടിവെള്ളം കിട്ടാക്കനിയായി. കുടങ്ങളും പാത്രങ്ങളുമായി സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി.
സമരക്കാർ ചെളി കലർന്ന വെള്ളം കുപ്പിയിലാക്കി പഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറി മുൻപാകെ സമർപ്പിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും നടത്തിയിരുന്നു. അടുത്ത് വന്ന് നിൽക്കുന്ന ടാങ്കർ ലോറി എന്തിനാന്ന് ചോദിച്ചപ്പോ കുളിപ്പിക്കാൻ എടുക്കുന്ന നേരത്തെ വെള്ളം കൊണ്ടുവന്നതാണ്. നാളെ മുന്നിൽ പറയാൻ ഏകാണുണ്ടോ? ഇവരെന്തിനാണ് ഈ കസേരയിൽ ഇരിക്കുന്നത്? ഒരു നിമിഷം പോലും ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് ഇതോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പൂതങ്കോട് ഭാഗത്തു നിന്നെത്തിയ സമരക്കാർ കുടിക്കാൻ ഉപയോഗിക്കുന്ന ചെളി കലർന്ന വെള്ളം കുപ്പികളിലാക്കി പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ സമർപ്പിച്ച് പ്രതിഷേധിച്ചു. നിവേദനവും നൽകി. മുടങ്ങിപ്പോയ കുടിവെള്ള പദ്ധതികളുടെ റിപ്പയർ പണികൾ തീർക്കുക, പുതിയ പദ്ധതികൾ ഉടൻ പൂർത്തീകരിക്കുക, അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ അടിയന്തരമായി ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളായ CN ശിവദാസൻ, CK ഹരിദാസ്, CB ഹംസ, ശോഭ വാസുദേവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് ആരംഭിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കുത്തിയിരിപ്പ് സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഷൈജു ഉദ്ഘാടനം ചെയ്തു. TU മുരളീകൃഷ്ണൻ, TB രാമദാസ്, UJ ഹരിഗോവിന്ദൻ, ഗോപിനാഥ് പന്നാനി, പ്രതിഭ പൂതങ്കോട്, CO സദാനന്ദൻ, MC പൊന്നുകുട്ടൻ, നൌഷാദ് കരിമ്പ, ജെയ്സൺ ചാക്കോ, TC സന്തോഷ്, KR മനുപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടത്തിന്റെ സീലിംഗ് സിമന്റ് പാളികൾ അടർന്നു വീണ നിലയിൽ. കാലപ്പഴക്കം ചെന്ന കെട്ടിടമായതിനാലാണിത്. സിമന്റ് പാളികൾ അടർന്നു വീണും കമ്പികൾ പുറത്തു കാണാനും തുടങ്ങിയതോടെ പകുതി ഭാഗം ഉപയോഗിക്കാനാകാത്ത അവസ്ഥയാണ്. അതേസമയം അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ 100 മീറ്റർ ഉള്ളോട്ടു മാറി ഉയർന്നു നിൽക്കുന്ന ഈ കാണുന്ന കെട്ടിടമാണ് സർക്കാരിന്റെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ. 1960-ൽ സ്ഥാപിതമായതാണ് ഈ കെട്ടിടം. കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് ഇപ്പോൾ ഈ കെട്ടിടം ചെറിയ തോതിൽ ശോചനീയാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാഠപുസ്തകങ്ങളുടെ വിതരണം ചിത്രീകരിക്കാൻ പോയപ്പോഴായിരുന്നു. വലിയ വിസ്തൃതിയിലാണ് ഉൾഭാഗം. സ്റ്റോറിൽ 3 വശങ്ങൾ തിരിച്ചാണ് പാഠപുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ഒരു ഹാൾ പൂർണ്ണമായി ഉപയോഗിക്കാനാകാത്ത അവസ്ഥയിലാണ്. സമയത്തെ 2 ഹാളിന്റെ കുറച്ചു ഭാഗവും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കെട്ടിടം കാലപ്പഴക്കം ചെന്നതിനെ തുടർന്നും മഴക്കാലമാകുമ്പോൾ കോൺക്രീറ്റ് സ്ലാബിലുള്ള ചോർച്ച വന്നതിനെ തുടർന്നുമാണ് സിമന്റ് പാളികൾ അടർന്നു വീണിരിക്കുന്നത്. പലയിടത്തും ദ്രവിച്ച കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയുമുണ്ട്. ചില ഭാഗങ്ങളിൽ ചോർന്നൊലിച്ച് പാടുകളുമുണ്ട്. അന്ന് ഇവിടെ സൂക്ഷിച്ച ബാക്കി വന്ന പാഠപുസ്തകങ്ങൾ കേടുപാടുകൾ സംഭവിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടത്. എന്തുതന്നെയാലും കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴാകട്ടെ 2 ഹാളിന്റെ കുറച്ചു ഭാഗത്താണ് പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതും ഇവ വിതരണം ചെയ്യുന്ന പ്രവൃത്തികളും നടന്നുവരുന്നത്. കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് AE ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ചു വർഷമേ ആയിട്ടുള്ളൂ. കെട്ടിടത്തിന്റെ 2ാം നില ഇല്ലാത്ത ഭാഗങ്ങളിലാണ് കോൺക്രീറ്റ് സ്ലാബിൽ ചോർച്ചയും മറ്റും അനുഭവപ്പെടാൻ ഇടയാക്കിയത്. ഇതേ തുടർന്ന് സിമന്റ് പാളികൾ നിലം പൊത്തിയ അവസ്ഥയാണ് ഇവിടെ കാണാനായത്. പല സമയങ്ങളിൽ ഈ വിഷയം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴാകട്ടെ കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സമാനമായ ഇത്രയും വലിയ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടം പ്രവർത്തിക്കുന്നത് നിലവിൽ തിരുവനന്തപുരത്താണ്. ഷൊർണൂരിലെ സ്റ്റോറിൽ നിന്നുമാണ് വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് ജില്ലയ്ക്ക് പുറമെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം നടന്നിരുന്നത്. എന്നാൽ ഇപ്പോഴാകട്ടെ ഈ സെന്ററിൽ നിന്നും പാലക്കാട് ജില്ലയിലേക്ക് മാത്രമാണ് പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മൺമറഞ്ഞ ദേശീയ ഫുട്ബോൾ താരം സിനാൻ ജലീലിന്റെ നിര്യാണത്തിൽ ഇറാൻ ഗ്രൂപ്പ് വെൽഫെയർ ട്രസ്റ്റ് അനുസ്മരിച്ചു. പത്രിപ്പാല അലയൻസ് അരീന ടർഫിൽ നടന്ന അനുസ്മരണ യോഗം മുൻ കേരള ഫുട്ബോൾ താരങ്ങളായ CM മുഹമ്മദ് ഹനീഫ, TM സുധീർ എന്നിവർ ചേർന്ന് ഫുട്ബോൾ കളിക്കാർക്ക് ഫലവൃക്ഷ തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ റിട്ടയർഡ് SI സുരേഷ് അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകരായ KK റഹ്മാൻ, ഷംസുദ്ദീൻ മാങ്കുറിശി, ജാഫർ പത്രിപ്പാല, ലീല ബാലകൃഷ്ണൻ, PA സാദിഖ്, അനസ്, കമറുദ്ദീൻ, അബ്ദുൾ റസാഖ്, ഷമീർ, അൽത്താഫ് എന്നിവർ സംസാരിച്ചു. വാണികുളം പുലാച്ചിത്ര കിള്ളിക്കാവ് പൂരമഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തേന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കൊടിയേറ്റത്തിന് അകമ്പടിയായി പഞ്ചവാദ്യമുണ്ടായി. തുടർന്ന് സദനം ജിതിന്റെ നേതൃത്വത്തിൽ പ്രത്യേക തായമ്പകയും അരങ്ങേറി. ഏപ്രിൽ 25 ശനിയാഴ്ചയാണ് പൂരം. പൂരത്തിന്റെ ഭാഗമായി 11 ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പൂരം ദിവസം രാവിലെ സോപാന സംഗീതം, തുടർന്ന് പഞ്ചാരി മേളം, വൈകുന്നേരം വിവിധ വേലകളുടെ വരവ്, തുടർന്ന് ഡബിൾ തായമ്പക, അതിനുശേഷം ദേവി ചണ്ഡിക ബാലെ ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശ്രീ ആദിശങ്കരരുടെ ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് ശൃംഗേരി ശ്രീ ശാരദാംബാൾ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള ബ്രാഹ്മണ സഭ കൽപ്പാത്തി ഉപസഭയും പാലക്കാട് ശൃംഗേരി മഠവും സംയോജിച്ച് ശങ്കര ജയന്തി ആഘോഷ നാമജപ വേദ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. വേദഘോഷയാത്ര ശൃംഗാരിമഠം ധർമാധികാരി കരിമ്പുഴ രാമൻ ഉദ്ഘാടനം ചെയ്തു. കൽപ്പാത്തി രാമധ്യാന മഠത്തിൽ നിന്നും ആരംഭിച്ച 12ാം തെരുവ്, കൽച്ചട്ടി തെരുവ്, ചാത്തപുരം, പഴയ കൽപ്പാത്തി, ഗോവിന്ദരാജപുരം, വൈദ്യനാഥപുരം, പുതിയ കൽപ്പാത്തി എന്നീ അഗ്രഹാരങ്ങളിലൂടെ പ്രദക്ഷിണം വെച്ച് രാമധ്യാന മഠത്തിൽ സമാപിച്ചു. വേദഘോഷത്തിന് ശൃംഗേരി ശ്രീ ശാരദാംബാൾ ക്ഷേത്രം വേദപാഠശാലാധ്യാപകരായ നിർമ്മൽ, ദാരഹാസ്, സായി കൃഷ്ണ, കാർത്തിക്, ഷെഹാദ്രി, കേരള ബ്രാഹ്മണ സഭ കൽപ്പാത്തി ഉപസഭാ ഭാരവാഹികളായ പ്രസിഡന്റ് പി കാശി വിശ്വനാഥൻ, സെക്രട്ടറി ടി സന്താന ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് പി കെ രാമൻ, സെക്രട്ടറി ആർ വെങ്കിടാചലം, എം ആർ കൃഷ്ണൻ, എ വി രാജൻ, കെ വി കൃഷ്ണമണി, എം നാരായണൻ, വനിതാ വിഭാഗം സെക്രട്ടറി ലളിത ഗണേശൻ, ശ്യാമള കൂടാതെ അഗ്രഹാര നിവാസികൾ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വച്ഛ് സർവേഷൻ പരിശോധനയ്ക്കായി ഷൊർണൂർ നഗരസഭ ഒരുങ്ങുന്നു. ഈ വർഷത്തെ സ്വച്ഛ് സർവേഷൻ പരിശോധനയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥ ടീം മെയ് 2ാം വാരത്തിൽ ഷൊർണൂരിലെത്തും. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ GFC 3 സ്റ്റാർ പദവിയിലുള്ള ഷൊർണൂർ നഗരസഭ 5 സ്റ്റാർ പദവി നേടിയെടുക്കാനുള്ള പരിശ്രമത്തിൽ. മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വേദനയുടെ ആഴം പറയാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വിശദമായ അന്വേഷണം വേണമെന്നും ഇപ്പോൾ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക അന്തിമമാകരുതെന്നും സണ്ണി ജോസഫ്. പ്രായം, സാമ്പത്തിക സ്ഥിതി എന്നിവ കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നൽകണമെന്നും പോരായ്മയും ഉണ്ടായാൽ ചൂണ്ടിക്കാട്ടുമെന്നും KPCC അധ്യക്ഷൻ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി മരിച്ചു. മുതുതല കോഴിക്കോട്ടിരി കുളിക്കാംവളപ്പിൽ 45 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. കുടിവെള്ളം കിട്ടാക്കനി കുടങ്ങളും പാത്രങ്ങളുമായി സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. സമരക്കാർ ചെളി കലർന്ന വെള്ളം കുപ്പികളിലാക്കി പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ സമർപ്പിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധം. ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടത്തിന്റെ സീലിംഗ് സിമന്റ് പാളികൾ അടർന്നു വീണ നിലയിൽ. കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് കോൺക്രീറ്റ് കമ്പികൾ പുറത്തു കാണുന്നു. ശോചനീയാവസ്ഥയെ തുടർന്ന് സ്റ്റോറിന്റെ കുറച്ചു ഭാഗം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിൽ അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് പ്രാരംഭ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.